പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ മാതാപിതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച 4-അംഗ അന്വേഷണ സമിതി. കോളേജിലെ സന്ദർശനത്തിന് ശേഷമാണ് അമ്മു സജീവന്റെ വീട്ടിലെത്തി അന്വേഷണ സമിതി വിവരങ്ങൾ ശേഖരിച്ചത്. സംഭവത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് സംഘം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു എ സജീവന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ രൂപീകരിച്ച സമിതി ഇന്നലെ വൈകിട്ടോടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. പോത്തൻകോടുള്ള ഐരൂപ്പാറ ചാരുമൂടിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് വിദ്യാർത്ഥിനിയുടെ കുടുംബം പോലീസിന് നൽകിയ മൊഴി. ഇത് തന്നെ സംഘത്തോടും പറഞ്ഞിട്ടുണ്ട്. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും അമ്മ പറയുന്നു. മരണത്തിൽ സഹപാഠികൾക്ക് പങ്കുണ്ടെന്നും അമ്മ മൊഴി നൽകി. അമ്മു പഠിച്ച കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും വിവരശേഖരണം നടത്തിയ ശേഷമാണ് അന്വേഷണ സമിതി വീട്ടിലെത്തിയത്. ഒരാഴ്ചയ്ക്കകം സംഘം VCക്ക് റിപ്പോർട്ട് നൽകും. വെള്ളിയാഴ്ചയാണ് ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ BSc അവസാന വർഷ വിദ്യാർത്ഥിനി അമ്മു S സജീവനെ ഹോസ്റ്റലിലെ 3-ാം നിലയിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിനിടെ അമ്മു മരിച്ചു. ഹോസ്റ്റൽ റൂമിൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ ഐ ക്വിറ്റ് എന്നെഴുതിയ പേപ്പറും കണ്ടെത്തിയിരുന്നു. ഇതിലെല്ലാം ദുരൂഹത ആരോപിക്കുകയാണ് ബന്ധുക്കൾ. അതേസമയം അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.